നമസ്കാരം. HMSI അതായത് ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ അവസാനം ഇലക്ട്രിക് സ്കൂട്ടറുമായി ഇന്ത്യയിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്നായിരുന്നു അവരുടെ ഇന്ത്യയിലെ ലോഞ്ച്. 2 മോഡൽ ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഹോണ്ട പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ആക്ടിവ ഇയും പിന്നെ QC1ഉം. ഡിസൈനിന്റെ കാര്യത്തിൽ ഈ 2 മോഡലുകളും ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ. ചെറിയ മാറ്റങ്ങളുണ്ട്, അത് ഞാൻ പറയാം. ആക്ടിവ ഇ എന്ന മോഡലിന് ബാറ്ററി റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള സ്വാപ്പബിൾ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. QC1 എന്ന മോഡലിന് ഫിക്സ്ഡ് ബാറ്ററിയാണ്. ഈ ആക്ടിവ ഇ എന്ന സ്വാപ്പബിൾ ബാറ്ററി മോഡൽ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലേക്കും അതുപോലെ തന്നെ മറ്റ് ചില രാജ്യങ്ങൾക്കും വേണ്ടിയാണ്. പക്ഷെ QC1 എന്ന ഫിക്സ്ഡ് ബാറ്ററിയുള്ള മോഡൽ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലേക്ക് വേണ്ടി മാത്രമാണ്. ഹോണ്ടയുടെ ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷൻസ് നിലവിൽ സ്ഥാപിച്ചിട്ടുള്ളത് ബാംഗ്ലൂരിലും ഡൽഹിയിലും മുംബൈയിലുമാണ്. അതുകൊണ്ട് തന്നെ ആക്ടിവ ഇ എന്ന മോഡൽ ആദ്യപടിയായി ലഭിക്കുന്നത് ഈ 3 സിറ്റികളിൽ മാത്രമായിരിക്കും. പിന്നീട് ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷൻസ് ഇന്ത്യയിലെ മറ്റു പ്രധാനപ്പെട്ട സിറ്റികളിലേക്കും വ്യാപിപ്പിക്കും. QC1 ഇന്ത്യയിലെ എല്ലാ സിറ്റികളിലും ലഭ്യമായിരിക്കും. ഇനി ഈ വണ്ടികളുടെ ടെക്നിക്കൽ സ്പെക്സ് നോക്കുകയാണെങ്കിൽ ആക്ടിവ ഇയിൽ 2 ലിഥിയം അയൺ സ്വാപ്പബിൾ ബാറ്ററി പാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ബാറ്ററിയും 1.5 kWh വീതം, മൊത്തം 3 kWh. ഈ ബാറ്ററി പാക്കുകൾക്ക് ഇവർ പറയുന്ന പേര് ഹോണ്ട മൊബൈൽ പവർ പാക്ക് എന്നാണ്. ഹോണ്ട തന്നെ നിർമ്മിക്കുന്ന ബാറ്ററികളാണിത്. ഈ 2 ഫുൾ ചാർജ് ബാറ്ററികളിൽ നിന്നും മൊത്തത്തിൽ 102 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 22 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന 8 bhp, അതായത് ഏകദേശം 6 കിലോവാട്ട് മാക്സിമം പവർ നൽകാൻ സാധിക്കുന്ന സൈഡ് മൗണ്ടഡ് PMSM മോട്ടോറാണ് ആക്ടിവ ഇയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 80 km/h ആണ് ടോപ്പ് സ്പീഡ്. ആക്സിലറേഷന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 0 മുതൽ 60 km/h സ്പീഡ് മറികടക്കാൻ 7.3 സെക്കൻഡ്സ് ആണ് വേണ്ടത്. 3 റൈഡിംഗ് മോഡുകളാണ് ആക്ടിവ ഇയിൽ കൊടുത്തിരിക്കുന്നത്. എക്കോൺ, സ്റ്റാൻഡേർഡ്, സ്പോർട്ട്, പിന്നെ റിവേഴ്സ് മോഡുമുണ്ട്. സ്വാപ്പബിൾ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ചാർജിംഗ് ടൈം ഒരിക്കലും ഈ വണ്ടിക്ക് ഒരു പ്രശ്നമാവുന്നില്ല. നമുക്ക് സ്വന്തമായി തന്നെ വെറും 1 മിനിറ്റ് കൊണ്ട് ചാർജ് തീർന്ന ബാറ്ററി മാറ്റി പുതിയ ബാറ്ററി ഫിക്സ് ചെയ്യാൻ സാധിക്കും. 7 ഇഞ്ചസിന്റെ TFT ഡിസ്പ്ലേ ആണ് ആക്ടിവ ഇയിൽ കൊടുത്തിരിക്കുന്നത്. ഹോണ്ട റോഡ് സിങ്ക് ഡിയോ സ്മാർട്ട് ഫോൺ വഴി ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട്. നാവിഗേഷൻ ഉണ്ട്, ഡേ നൈറ്റ് മോഡ് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ സ്മാർട്ട് കീയിൽ സ്മാർട്ട് ഫൈൻഡ്, സ്മാർട്ട് സേഫ്, സ്മാർട്ട് അൺലോക്ക്, സ്മാർട്ട് സ്റ്റാർട്ട് എന്നീ ഫീച്ചറുകളും USB-C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതെല്ലാം ആക്ടിവ ഇയിലെ ഫീച്ചറുകളാണ് കേട്ടോ. QC1ൽ ഇത്രയും ഫീച്ചറുകൾ ലഭിക്കുമോ എന്നറിയില്ല, കാരണം അതിനെക്കുറിച്ച് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. 12 ഇഞ്ചസിന്റെ എലോയ് വീലുകൾ വരുന്ന ഈ വണ്ടിയുടെ മുന്നിൽ ഡുവൽ ടെലിസ്കോപ്പിക് ഫോർക്കും പിന്നിൽ അഡ്ജസ്റ്റബിൾ ഡുവൽ സ്പ്രിംഗ് സസ്പെൻഷനുമാണ് കൊടുത്തിരിക്കുന്നത്. ഹോണ്ടയുടെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ നമുക്ക് 5 കളറുകളിൽ ലഭ്യമാണ്. പേൾ ഷാലോ ബ്ലൂ, പേൾ മിസ്റ്റി വൈറ്റ്, പേൾ സെറിനിറ്റി ബ്ലൂ, മാറ്റ് ഫോഗി സിൽവർ മെറ്റാലിക്, പിന്നെ പേൾ ഇഗ്നസ് ബ്ലാക്കും. ഇനി നമുക്ക് ആദ്യ ഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ മൊത്തം ലഭ്യമാകുന്ന ഹോണ്ട QC1ന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഹോണ്ട QC1ന് 1.5 kWh ഫിക്സ്ഡ് ലിഥിയം അയൺ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതേപോലെ ഈ ബാറ്ററി 0 മുതൽ 80% ചാർജ് ചെയ്യാൻ ഏകദേശം 4.5 മണിക്കൂറാണ് വേണ്ടത്. മോട്ടോറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ QC1ന് 2.4 bhp, അതായത് ഏകദേശം 1.8 കിലോവാട്ട് മാക്സിമം പവർ നൽകാൻ സാധിക്കുന്ന BLDC ഹബ് മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. എക്കോ, സ്റ്റാൻഡേർഡ് എന്നീ 2 മോഡുകളാണ് ഈ വണ്ടിക്കുള്ളത്. റിവേഴ്സ് മോഡുമുണ്ട്. 50 km/h ആണ് ടോപ്പ് സ്പീഡ്. ആക്ടിവ ഇയിൽ നിന്നും QC1ലേക്ക് വരുമ്പോൾ ബാറ്ററി പാക്കിനും മോട്ടോറിനും ശേഷമുള്ള ഏറ്റവും വലിയ വ്യത്യാസം QC1ന് നമുക്ക് 26 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ലഭിക്കും എന്നുള്ളതാണ്. LED കോമ്പിനേഷൻ ലൈറ്റ്സും ഇൻഡിക്കേറ്ററുമാണ് മുന്നിലും ബാക്കിലും ഈ വണ്ടികളിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ QC1ൽ മാത്രം LED DRLഉം റാപ്പ് അറൌണ്ട് ടെയിൽ ലൈറ്റും പിന്നെ കുറച്ച് ക്രോമിന്റെ എലിമെന്റ്സും ലഭിക്കില്ല. അതേപോലെ ബ്രേക്കിംഗിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആക്ടിവ ഇക്ക് മുന്നിൽ ഡിസ്കും പിന്നിൽ ഡ്രമ്മും കൊടുത്തപ്പോൾ QC1ൽ മുന്നിലും പിന്നിലും ഡ്രമ്മാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ആക്ടിവ ഇയിൽ TFT ഡിസ്പ്ലേ ആണെന്ന്. പക്ഷേ QC1ൽ കൊടുത്തിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള 5 ഇഞ്ചിന്റെ LCD ഡിസ്പ്ലേ ആണ്. 2025 ജനുവരിയിൽ ഈ 2 വണ്ടികളുടെയും വില പ്രഖ്യാപിക്കുമെന്നാണ് ഹോണ്ടയെ റിപ്രസെന്റ് ചെയ്തവർ പറഞ്ഞത്. 2025 ജനുവരി 1 മുതൽ ബുക്കിംഗ് ആരംഭിക്കുമെന്നും 2025 ഫെബ്രുവരി 25 ശേഷം ഡെലിവറി നൽകുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഹോണ്ട അറിയിച്ചത് ഈ വണ്ടികളുടെ വില നമുക്ക് താങ്ങാവുന്നതായിരിക്കും എന്നാണ്. വളരെ സന്തോഷം. പക്ഷേ സ്പീഡും റേഞ്ചും ലേശം കൂടി ഒന്ന് കൂട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി പേഴ്സണലായിട്ട്. അതേപോലെ ബാറ്ററി സ്വാപ്പിംഗ് സിസ്റ്റം ബാസ് ആയിരിക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു. BAAS, അതായത് ബാറ്ററി ആസ് എ സർവീസ് എന്ന രീതിയിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ബാറ്ററിക്ക് കാശ് കൊടുക്കേണ്ടി വരില്ല. ബാറ്ററിക്ക് നമ്മൾ വില നൽകേണ്ടെങ്കിൽ വണ്ടിക്ക് വില വളരെ കുറവായിരിക്കും.
ഒരുപക്ഷെ സ്വാപ്പബിൾ ബാറ്ററിക്ക് 1 ടൈം ഡിപ്പോസിറ്റ് കൊടുക്കേണ്ടി വന്നേക്കാം. എന്തായാലും 2025 ജനുവരിയിൽ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം.